സുപ്രഭാതം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. എന്തായാലും ഈ പുതുവർഷത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒത്തുചേരാൻ സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വക അഭ്യാസങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് ക്ലാസ് മുറിയിലെ രസകരമായ അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തെ ഏറെ പ്രതീക്ഷയോടെ എത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം, അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുഗതകുമാരി ടീച്ചറുടെ കവിത കൊല്ലേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളത് കേട്ടു. ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ ആവശ്യപ്പെട്ടിരുന്നു, ചിലരൊക്കെ ചെയ്തു, അല്ലേ? എന്തായാലും കവിതയുടെ വിശദീകരണം നൽകാനാണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ ദേവദാസി എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് കൊല്ലേണ്ടത് എങ്ങനെയെന്ന പാഠ്യഭാഗം. സ്ത്രീത്വത്തിനും മാതൃഭാവത്തിനും ഊന്നൽ നൽകി ധാരാളം കാവ്യങ്ങൾ ഇവരുടേതായിട്ടുണ്ട്. എന്നാൽ ഈ കവിതയിൽ നിസ്സഹായയായ ഒരമ്മ തൻ്റെ കാലശേഷം തൻ്റെ മകൾക്കുണ്ടായേക്കാവുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അവളെ ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ ഇല്ലാതാക്കും എന്ന് ആശങ്കപ്പെടുന്ന ഹൃദയഭേദകമായ ഒരവസ്ഥയാണ് കൊല്ലേണ്ടത് എങ്ങനെയെന്ന കവിതയിലൂടെ നമുക്കായിട്ട് കവി പങ്കുവയ്ക്കുന്നത്. വരികൾ വെറുതെ ഒന്ന് പറഞ്ഞ് ആശയങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ആദ്യത്തെ ഭാഗം നോക്കാം. കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപിച്ചിടുന്നു. ഇല്ലാ ഭയം വിഷമം ഒന്നും ഇവൾക്ക്, തിങ്കൾ തെല്ലിന് തുല്യം ഒരു പുഞ്ചിരിയുണ്ട് ചുണ്ടിൽ. അല്ല് എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം എന്നാണ്. ഈ ചിരിച്ച മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ താനത് ചെയ്യും എന്ന് പരിതപിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു നിസ്സഹായയായ ഒരമ്മയാണ് നമ്മൾ ആദ്യ വരിയിൽ കാണുന്നത്. ഈ ചിരിച്ച മുഖത്ത് നോക്കി ഞാനിതെങ്ങനെ ചെയ്യും എന്നാണ് അമ്മയുടെ ആശങ്ക. എന്നാൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? കുഞ്ഞിന് യാതൊരു വിഷമവുമില്ല, ഒരു ഭയവുമില്ല, ഇത്തരം യാതൊരുവിധ വികാരങ്ങളും ഇല്ല. മാനത്തമ്പിളിക്കല തെളിഞ്ഞ പോലൊരു പുഞ്ചിരി എപ്പോഴും അവളുടെ ചുണ്ടിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്രയാണ് 4 വരികളുടെ ആശയം എന്ന് പറയാം. ബാക്കി നോക്കാം. ഇപ്പുഞ്ചിരിക്ക് തെളിവിൽ അറിവില്ല കൺമീലർത്ഥം വൃഥാ ചിരി പൊഴിച്ചിവൾ പാണിടുന്നു. അവളുടെ ചിരിക്ക് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും നമുക്ക് കൽപ്പിക്കാൻ സാധിക്കില്ല. വെറുതെ എപ്പോഴും അവളുടെ മുഖത്ത് ആ ഒരു ചിരി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കഷ്ടം മഹാദുരിത ജന്മം ഇതെന്നു കാണുമോരിഷ്ടം വിനാ മിഴി തിരിച്ചൊഴിവായിടുന്നു. കാണുന്നവരൊക്കെ തന്നെ കഷ്ടം വെച്ച് വല്ലാത്തൊരു കഷ്ടം എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാദുരിത ജന്മം എന്നും പറഞ്ഞുകൊണ്ട് അവളെ കാണാതെ, അതായത് മുഖം തിരിച്ച് അവളെ ആ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കാനാവാതെ മുഖം തിരിച്ച് മാറുന്നു. അവളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കവി. എങ്ങനെയാണെന്ന് നോക്കാം. പൂവാണിവൾക്ക് മുഖം ഓമനയായ മെയ്യിൻ ലാവണ്യഭാവം ഇതു കാണുക ഏറെ ദുഃഖം. അതിസുന്ദരിയാണ് നമ്മുടെ ഈ കഥാപാത്രം. സുന്ദരമായ മുഖമാണ്, നല്ല വടിവൊത്ത ശരീരമുള്ള സുന്ദരമായ മുഖമുള്ള ഒരു കുട്ടി. ജീവൻ വെടിഞ്ഞ വിധമാം നയനങ്ങൾ ശൂന്യഭാവങ്ങൾ നിഷ്ഫല സുദീർഘ മനോഹരങ്ങൾ. പക്ഷേ അവളുടെ മുഖത്ത് ഓജസ്സോ തേജസ്സോ നമുക്ക് കാണാൻ സാധിക്കില്ല. ജീവൻ വെടിഞ്ഞ വിധമാം നയനങ്ങൾ, ചത്തതിനൊക്കുമെന്ന് പറയില്ലേ, ജീവസില്ലാത്ത കണ്ണുകൾ. ആ കണ്ണുകളിലാണെങ്കിലോ ശൂന്യഭാവങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും വികാരവും ഇല്ലാത്ത ഒരു കുട്ടി. നിഷ്ഫല സുദീർഘ മനോഹരങ്ങൾ, എങ്കിലും അവ കാണാൻ അതിമനോഹരമാണ്. ആ കണ്ണുകൾ കാണാൻ നല്ല ചന്തമുള്ള കണ്ണുകളാണ്. അവയിൽ പ്രത്യേകിച്ച് ഭാവങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല. പൊട്ടിച്ചിരിച്ചു മിഴി ചുറ്റിയുഴന്നു കുഞ്ഞിൻ മട്ടിൽ പിളർത്തി അധരങ്ങൾ മൊഴിഞ്ഞിടുന്നു. പൊട്ടിച്ചിരിച്ച് മിഴി ചുറ്റി, അവൾ കാണിക്കുന്ന ചില പ്രത്യേകതകളാണ് പറയുന്നത്. ചില നേരത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കണ്ണ് വട്ടം ചുറ്റിച്ച് അവൾ ഒരു കുഞ്ഞിൻ മട്ടിൽ, കൊച്ചു കുഞ്ഞിൻ്റേതുപോലെ അധരങ്ങൾ, ചുണ്ടുകൾ പിളർത്തി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. മർത്യൻ്റെ ഭാഷകളിൽ ഒന്നിലുമല്ല, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല, മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്നുമല്ല. ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റ് വിളിച്ചിടുമ്പോൾ
മുറിവേറ്റ ഒരു പക്ഷിക്കുഞ്ഞ് എങ്ങനെയാണോ കരയുന്നത്, അതുപോലെയാണ് ഈ കുട്ടി കരയുന്നത്. അമ്മയ്ക്കു മാത്രം അറിയുന്നൊരു ഭാഷ. കുഞ്ഞിന് 1 വയസ്സ്, ശിവ 37 പക്ഷേ ആ പൊട്ടിച്ചിരിച്ച് കണ്ണുകൾ ചുഴറ്റി കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ടു പിളർത്തി എന്തൊക്കെയോ പറഞ്ഞ് കരയുന്ന അവളുടെ ആ ഭാഷ, അതാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? അവളുടെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവൾ എന്തിനാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, എന്താണ് അവളുടെ ആവശ്യം എന്ന് ആ അമ്മ പെട്ടെന്ന് തിരിച്ചറിയുന്നു. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഈ കുഞ്ഞിൻ്റെ പ്രായം എന്താണെന്നാണ് പറയുന്നത്? 1 വയസ്സെന്ന് നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ അവിടെ കവി പറയുന്നത് നോക്കുക, ശിവശിവ 37 വയസ്സ്. നമ്മുടെ ഈ പെൺകുട്ടിയുടെ പ്രായം ഇപ്പോൾ എത്രയാണ്? 37 വയസ്സ്. പെൺകുട്ടി എന്നുള്ള പ്രയോഗം അവിടെ ശരിയല്ല അല്ലേ, ഒരു യുവതിയാണ്. 37 വയസ്സായ ഒരു മകളെയാണ് ആ അമ്മ ഇങ്ങനെ നോക്കുന്നത്. നോക്കാം നമുക്ക്. അതിസുന്ദരിയായിട്ടുള്ള ശാരീരിക വളർച്ചയ്ക്കൊത്ത ഒരു മാനസിക വളർച്ചയോ പക്വതയോ ഇല്ലാത്ത ഒരു 37കാരിയുടെ അമ്മ. ആ അമ്മ എന്തുകൊണ്ടായിരിക്കാം തൻ്റെ കുഞ്ഞിനെ കൊല്ലേണ്ട ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്? കൊല്ലേണ്ടത് എങ്ങനെയെന്ന ചോദ്യം നമുക്ക് മുന്നിൽ ഉന്നയിക്കുകയാണ്. നോക്കാം. തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി കണ്ണീരിലൂടെയതു മങ്ങിയുടഞ്ഞു കാൺമോ, നിന്നെ ചുമന്നിതു കരഞ്ഞു വിളിച്ചു പെറ്റു നെഞ്ഞോടണച്ചഴലൊട അമ്മ വളർത്തെടുത്തു. ആ മകളെ കാണുമ്പോൾ അതിൽ പറയുന്ന നോക്കുക, തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി, മനോഹരിയാണ്, സുന്ദരിയാണ്, ഒരു ബുദ്ധിവികാസമോ അല്ലെങ്കിൽ മാനസിക പക്വതയോ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അതിസുന്ദരിയായ ഒരു യുവതിയാണ്. അത് കാണുമ്പോൾ അമ്മയുടെ മനസ്സിൽ കണ്ണീരിലൂടെയാണ് അമ്മ കാണുന്നത്, മങ്ങിയ കാഴ്ച പോലെ. എങ്ങനെയാണോ എല്ലാ അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇത്രയും കാലവും അമ്മ ആ കുഞ്ഞിനെ പരിപാലിച്ചത്. സാധാരണ ഒരു അമ്മയ്ക്ക് എത്ര വയസ്സ് വരെയൊക്കെ കുഞ്ഞിനെ നോക്കിയാൽ മതി? കുട്ടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രായം വരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ അമ്മ ഇതുവരെയും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രദ്ധയും വാത്സല്യവും അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് അവരെ തന്നെ ആ സ്ത്രീയെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ആ അമ്മയ്ക്ക് ഉള്ളത്. അമ്മ പറയാണ്, അമ്മയ്ക്ക് വയ്യിനി മിഴിക്ക് വെളിച്ചമേനിൻ പൊന്മേനി തീക്കനല് പോലെ ചുടുന്നതായി. വയ്യ, ഇനി അമ്മയ്ക്ക് വയ്യ, നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിൻ്റെ മേനി എനിക്ക് ചുടുന്നതുപോലെ. ഇമ്മട്ടിലെ ദുരിതത്തിന് വേണ്ട എന്നും കുന്നിച്ച ഭാരമിതു താങ്ങുക വയ്യ എന്നും നിന്നച്ഛനന്നു മനമേറെ മടുത്തുമാറി നിന്നമ്മ തന്നൊഴിവിൽ അന്യവസിപ്പു പോലും. എന്താ അവസ്ഥ? ആ അമ്മ തന്നെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരാണ്. ഈ മട്ടിലുള്ള ദുരിതത്തിന് വേണ്ട എന്നും, ഈ ഒരു ദുരിതം തനിക്ക് വേണ്ട എന്ന് നിശ്ചയിച്ചിട്ട്, ഈ ഭാരം തനിക്ക് താങ്ങാൻ വയ്യാന്ന് തീരുമാനിച്ചിട്ട് നിന്നച്ഛൻ അന്നു മനമേറെ മടുത്തുമാറി, അച്ഛൻ ആ അമ്മയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയി. നിന്നമ്മ തന്നൊഴിവിൽ അന്യവസിപ്പ് പോലും, നിൻ്റെ അമ്മയുടെ ഒഴിവിൽ, അതായത് അമ്മയെ ഉപേക്ഷിച്ച് പോയപ്പോൾ അദ്ദേഹം മറ്റൊരു ചെയ്തു, മറ്റൊരു വിവാഹം ചെയ്തു. ആവോ വസിക്ക സുഖമായി, അവർ സുഖമായി വസിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. മനസ്സിലില്ല വേവും പരാതിയും, എനിക്കതിനെക്കുറിച്ച് ആശങ്കകളൊന്നും തന്നെയില്ല. എനിക്ക് ഇവളെൻ്റെ ജീവൻ, ഈ കുഞ്ഞാണ് എനിക്ക് ജീവൻ എന്ന അമ്മ അവിടെ തൻ്റെ തൃപ്തി കണ്ടെത്തണം. പോയി യുഗങ്ങൾ കഴിയുമ്പടി കാലമേറെയായി വയസ്സ്, മിഴിമൂടി മനസ്സുവാടി രോഗങ്ങൾ വന്നു സഖിമാരുടെ തുല്യമെൻ്റെ ദേഹം പതുക്കെ രിപുവായൊരു ഭാരമായി, ആകാതെയായി കഠിനം പണിയൊന്നും അമ്മ പോകാറുമായി മകളെ, തുണയാരു നാളെ. വരികൾ നോക്കാം. വരികൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോവാം. എന്താ പറയുന്നത്? പോയി യുഗങ്ങൾ കഴിയുമ്പടി കാലമേറെ, ഓരോ യുഗങ്ങൾ കടന്നു പോകുന്നത് പോലെയാണ് ഓരോ വർഷവും ആ അമ്മയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്.
ഒരുപാട് വയസ്സായി, മിഴി മൂടി, കാഴ്ച മങ്ങി തുടങ്ങി, മനസ്സിൽ പ്രതീക്ഷകളൊന്നും ഇല്ലാതായി, രോഗങ്ങൾ വന്നു സഖിമാരോട് തുല്യം. സഖിമാരെ പോലെ ഒറ്റ ചങ്ങാതിമാരായിട്ട് പല പല രോഗങ്ങൾ വന്നു. എൻ്റെ ദേഹം പതുക്കെ രിപു ഒരു ഭാരമായി. എനിക്ക് എൻ്റെ ശരീരം തന്നെ ഒരു ശത്രുവായി, ഒരു ഭാരമായി തീർന്നു. എനിക്കിനി കഠിനം പണികൾ, വലിയ പണികളൊന്നും തന്നെ ചെയ്യാൻ വയ്യ. മാത്രമല്ല അമ്മ പോകാറുമായി. മരണമെന്ന ആ മഹാസത്യത്തിലേക്ക് അമ്മ അടുക്കാറായി. മകളെ, തുണയാരു നാളെ? നിന്നെ ഇനി ഇതുപോലെ നോക്കാനും പരിപാലിക്കാനും ആരാണുള്ളത്? അമ്മയുടെ വ്യഥ അതാണ്. നമുക്ക് കൊല്ലേണ്ടത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഇനിയുള്ള വരികളിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആരോട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും, ആരേ മുടിച്ചുരുളുകൾ ചീകി ഒതുക്കി വയ്ക്കും, ആരേ അഴുക്കുകൾ എടുത്തിടും എന്നുമെൻ്റെ ആരോമലിനിരുളിൽ ആരു കരം പിടിക്കും. നോക്കൂ, വരികൾ നോക്കാം. എന്താ പറയുന്നത്? ആരോട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും. 37 വയസ്സായ ഒരു കുഞ്ഞിനെ കുറിച്ചാണ് അമ്മ ആശങ്കപ്പെടുന്നത് കേട്ടോ. ആരാണ് എൻ്റെ കുഞ്ഞിനെ ഊട്ടി കഴുകിച്ച് തുടച്ച് ഉറക്കുന്നത്? ആരാണ്? മുടിച്ചുരുളുകളത് ഒന്നും സ്വയം ചെയ്യാൻ പ്രാപ്തയല്ലാത്ത ഒരു സ്ത്രീ. അവരെ മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടി വെച്ച് കൊടുക്കുന്നത് ഈ അമ്മയാണ്. ആരേ അഴുക്കുകൾ എടുത്തിടും എന്നും എൻ്റെ ആരോമലിന്. അവരെ വൃത്തിയാക്കേണ്ടത്, വേണ്ട വിധം അവരെ വൃത്തിയാക്കേണ്ടതും ഈ അമ്മയുടെ ജോലിയാണ്. ആരോമലിന ഇരുളിൽ, ഇരുട്ടത്ത് അതായത് ഒട്ടും തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തയല്ലാത്ത ഒരു സ്ത്രീ. അവരെ എങ്ങനെ ഈ ലോകത്തിൽ തനിച്ചുപേക്ഷിച്ച് പോകും എന്നതാണ് ആ അമ്മയുടെ ആശങ്ക. മറ്റൊരു പ്രത്യേകത നോക്കൂ. കാര്യം വിനാ നിലവിളിച്ചു പിടഞ്ഞിടുമ്പോൾ ആരെൻ്റെ കുഞ്ഞിനെ മുറുക്കെ അണച്ചുകൊള്ളും. ചില നേരത്ത് അവൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഉറക്കെ നിലവിളിക്കും. അങ്ങനെ ആ നിലവിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അമ്മ ഓടി വന്ന അമ്മയെ മുറുക്കെ കെട്ടിപ്പിടിക്കും. അതുപോലെ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ അതാണ് അവൾക്ക് ആവശ്യം. അപ്പോൾ അവൾക്ക് വലിയ ആശ്വാസമാണ്, ഒരു തണലാണ് അവൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെട്ടെന്നുറക്കെ നിലവിളിക്കുന്ന സമയത്ത് അമ്മയെപ്പോലെ ഓടി വന്ന് ആ കുഞ്ഞിനെ ആര് കെട്ടിപ്പിടിക്കും? ആരുണ്ടലിഞ്ഞു മിഴിനീരോട് കാത്തുകൊള്ളാൻ ആരുണ്ട് ദൈവവും ഒരമ്മയും എന്നീ മണ്ണിൽ. ആരുണ്ട് കുഞ്ഞെ ഈ അമ്മയുടെ മരണശേഷം നിന്നെ കണ്ണുനീരോടെ ഇതുപോലെ കാത്തുകൊള്ളാൻ? ഈ അമ്മയും ദൈവവും ഒഴികെ മറ്റാരും തന്നെ തൻ്റെ കുഞ്ഞിനില്ലല്ലോ എന്നതാണ് അമ്മയുടെ ആശങ്ക. ഒന്നിനുമില്ല കഴിവേറെ വിശന്നിടുമ്പോൾ വിങ്ങിക്കരഞ്ഞിടും, ഉടൻ ചിരി തൂകി നിൽക്കും. പെണ്ണാണുടുക്കണം ഉടുക്കരുതൊക്കെയൊന്നാണെന്നോമനയ്ക്ക്, ചിരിയാണ് കരച്ചിൽ പോലും. മറ്റെന്താ പ്രത്യേകത? ഒന്നും സ്വയം ചെയ്യാനുള്ള കഴിവ് ആ കുഞ്ഞിനില്ല. മാത്രമല്ല വിശക്കുന്ന സമയത്തും എന്താ ചെയ്യുക? ചിലപ്പോൾ ഒന്ന് വിങ്ങിക്കരയും. ചില നേരത്താണെങ്കിലോ ചിലപ്പോൾ ചിരി തൂകിയും നിൽക്കും. അപ്പോൾ തൻ്റെ ആവശ്യം എന്താണ്, എനിക്ക് വിശക്കുന്നു അമ്മയെന്ന് പറയാൻ പോലും അറിയാത്ത ഒരു ജന്മം, സ്ത്രീ ജന്മം, അതും പെൺകുട്ടിയാണ്. മാത്രമല്ല പെൺകുട്ടി എന്നുള്ള പ്രയോഗമല്ല, ഒരു യുവതിയാണ് ഇവിടെ. പെണ്ണാണ് ഉടുക്കണം ഉടുക്കരുതൊക്കെ ഒന്നാണ്. ഉടുക്കണമെന്നോ ഉടുക്കണ്ടെന്നോ ഒന്നും അവൾക്ക് പ്രശ്നമില്ല. താൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, വൃത്തിയായിട്ട് ശരിയായ രീതിയിലാണോ ധരിച്ചിരിക്കുന്നത്, അതൊന്നും ആ കുഞ്ഞിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളേ അല്ല. എന്നെ ഓമനയ്ക്ക് ചിരിയാണ് കരച്ചിൽ പോലും. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ എൻ്റെ കുഞ്ഞ് കരയും. കൈക്കുഞ്ഞുപോലെ മലമൂത്രം അറിഞ്ഞിടാതെ നിൽക്കും രജസ് കറ ചാർത്തും ഉടുപ്പുമായി. അതാണ് അവളുടെ അവസ്ഥ. ഒരു കൊച്ചു കുഞ്ഞ്, ചെറിയ കുഞ്ഞ് എങ്ങനെയാണോ, അതിൻ്റെ മലമൂത്രങ്ങളെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ ഒഴിക്കും, അങ്ങനെയാണ് അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളല്ലാണ്ട് അവിടെ പോയി ഒഴിക്കണമെന്നോ ഇവിടുന്ന് മാറണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും കൊച്ചു കുട്ടികൾക്കില്ല. അതുപോലെ തന്നെ ആ സ്ത്രീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നുള്ള ചിന്തയൊന്നുമില്ലാതെ അത് അവരറിയാതെ പോലും നടന്നു പോകുന്ന ഒരവസ്ഥ. നിൽക്കും രജസ് കറ ചാർത്തും ഉടുപ്പുമായി, യാതൊരു വൃത്തിയും വെടുപ്പും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീ. ഇഷ്ടം കുളിക്ക്. ആകെ കൂടി ഇഷ്ടമുള്ള കാര്യം എന്താ? കുളിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ആ കുളിയും കളിയാണ്. നീറ്റിൽ പൊൽക്കൈകളാൽ ഇവൾ അടിച്ചു തിമിർത്തു തുള്ളും. കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കളിക്കുന്ന പോലെ തന്നെ കൈയിട്ടാകെ ചപ്പിളി കൊട്ടി കളിക്കും.
കാലത്തുണർത്തി അലിവായി കഴുകിച്ചുടുപ്പിച്ചാവോളം ഓമനയെ ഞാൻ ചമയിച്ചിരുത്തും. നോക്കൂ അമ്മയുടെ ഒരവസ്ഥ. നേരത്തെ കുട്ടിയെ ഉണർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ കഴുകിച്ചുടുപ്പിച്ച് പരമാവധി തൻ്റെ ഓമനയെ എന്ത് ചെയ്യും? ചമയിച്ചിരുത്തും. അണിയിച്ചൊരുക്കി അമ്മ ഇരുത്തും. പാവം ചിരിച്ചുഴറിയൻ മുഖമുറ്റുനോക്കി ഭാവം വിനാ പ്രതിമ പോലെ ഇരുന്നുകൊള്ളും. പാവം ഞാനീ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് അവൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ലാതെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രതിമ പോലെ ഒരുക്കി കൊടുക്കാനായിട്ട് അവൾ ഇരുന്നുകൊള്ളും. പെട്ടെന്നിടയ്ക്കു ഭയമാർന്നു പിടഞ്ഞെഴുന്നേറ്റുച്ചം കരഞ്ഞ് തല തല്ലി അലച്ചിടുന്നു. ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് അവളുടെ ഭാവം മാറും. പെട്ടെന്ന് എന്തോ കണ്ടു പേടിച്ചതുപോലെ ഉറക്കി അങ്ങ് എഴുന്നേറ്റ് കരഞ്ഞ് തല തല്ലി അലയ്ക്കാൻ തുടങ്ങും. എന്നിട്ടോ പൊട്ടുന്നു തൂന്നിറുക ചോരയൊലിക്കലും നോവൊട്ടും തിരിച്ചറിവിടാതെ ചിരിപ്പു. പിന്നെ തല തല്ലി കരയുന്ന, ചിലപ്പോൾ നെറ്റിയൊക്കെ പൊട്ടി ചോരയൊക്കെ വരും, പക്ഷെ ആ വേദനയൊന്നും തിരിച്ചറിയാതെ കരഞ്ഞ പോലെ തന്നെ അവൾ ചിരിക്കാനും തുടങ്ങും. കുഞ്ഞായിരിക്കും അളവ് എത്ര സുഖം തരുന്നു തന്മക്കൾ. സാധാരണ എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങളെ കാണുന്നത് ഒരു ആത്മനിർവൃതിയാണ്, തൻ്റെ സന്തോഷമാണ്, തൻ്റെ സ്ത്രീ ജന്മം സാഫല്യമായതിൻ്റെ ഒരു തൃപ്തിയാണ്. പക്ഷേ ഇവിടെ എന്താ അവസ്ഥ നോക്കൂ. സർവ്വദുരിതത്തിനും ഔഷധങ്ങൾ കുഞ്ഞുങ്ങളെന്നു പറവൂ ബുദ്ധർ. ബുദ്ധർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, പണ്ഡിതന്മാർ എന്നാണ് അർത്ഥം. എല്ലാ പണ്ഡിതന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ അറിവുള്ളവർ എന്ന് മാത്രമല്ല എല്ലാവരും പറയുന്നു എന്തെന്ന്? സർവ്വദുരിതത്തിനും ഔഷധം കുഞ്ഞുങ്ങളാണ് എന്നെല്ലാവരും പറയുന്നു. പക്ഷേ കൂരിരുട്ടും കണ്ണീരുമായി ചിലർ പിറക്കുവതെന്തു? പിന്നെ എന്താണ് ചിലർ മാത്രം ഇങ്ങനെ കൂരിരുട്ടും കണ്ണീരുമായിട്ട് യാതൊരു പ്രതീക്ഷകളുമില്ലാതെ ലോകത്തിനൊരു ഭാരമായിട്ട് എന്താണിങ്ങനെ പറക്കുന്നത്? മിണ്ടിയില മുട്ടിലുശിരാർന്നിവൾ നീന്തിയില്ല കണ്ടീല കൊഞ്ചലുതിരുന്നൊരു പിച്ചവെപ്പും. തൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് അമ്മ പറയുന്നത്. അവൾ ശരിക്കൊന്നും സംസാരിച്ചിട്ടില്ല. മുട്ടിലുശിരാർന്നിവൾ നീന്തിയില്ല. മുട്ടിലെഴയുകയോ നീന്തുകയോ കൊച്ചു കുഞ്ഞുങ്ങളുടെ സവിശേഷതകളൊന്നും തന്നെ ആ കുട്ടി പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നെയോ കൊഞ്ചലുകൾ, കൊഞ്ചി വർത്തമാനം പറയുകയോ പിച്ച വയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. മണ്ടിക്കളിച്ചിവൾ നടപ്പത് പാഞ്ഞു വന്നിൻ കണ്ടത്തിലാഞ്ഞു പുണരുന്നതറിഞ്ഞതില്ല. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഓർത്തു വയ്ക്കുന്ന ചില നിമിഷങ്ങളാണ്. നോക്കുക, മണ്ടിക്കളിച്ച് തൻ്റെ മുറ്റത്ത് കുഞ്ഞ് ഓടിക്കളിച്ച് നടക്കുന്നത് ആ അമ്മയ്ക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഓടി വന്ന് തൻ്റെ കഴുത്തിൽ കെട്ടിപ്പുണർന്ന് നിൽക്കുന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. വന്നെൻ മടിത്തടം ഇതിൽ ചിരി പൂണ്ടിരുന്നെൻ കുഞ്ഞിനോട് ഒന്നും ഒരു വാക്കും ഒഴിഞ്ഞതില്ല. ഓടി വന്ന ചില പരാതികളും പരിഭവങ്ങളും ഒന്നും തന്നെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴും ഈ മോള് തന്നോട് പറഞ്ഞിട്ടില്ല. പൊന്നുമ്മയൊന്നും ഇവൾ തന്നതുമില്ല, അമ്മയെന്നെന്നെ എൻ്റെ മകളൊന്നു വിളിച്ചുമില്ല. അതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം. ഒരു ഉമ്മ അറിഞ്ഞുകൊണ്ട് ആ കുട്ടി കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, അമ്മ എന്നൊരു വാക്ക് ഇതുവരെ ഈ 37 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും ആ അമ്മയ്ക്ക് കേൾക്കാനുള്ള ഇട ഉണ്ടായിട്ടില്ല. എന്നാലും എങ്ങനെ എനിക്കിവൾ ജീവനായി? അതാണ് ചോദ്യം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ആ അമ്മയ്ക്ക് ആ മകള് ജീവൻ്റെ ജീവനാണ്. ഒരമ്മ അനുഭവിക്കേണ്ടുന്ന യാതൊരുവിധ സന്തോഷങ്ങളും ആ അമ്മ ഇതുവരെയും 37 വർഷത്തിനിടെ അനുഭവിച്ചിട്ടില്ല. തൻ്റെ കുഞ്ഞിൻ്റെ കൊഞ്ചലോ കളിയോ അത്തരത്തിലുള്ള പ്രകടനങ്ങളോ ഒന്നും തന്നെ കാണാനോ അനുഭവിക്കാനോ ആ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അവൾ ജീവൻ്റെ ജീവനാണ്. കണ്ണായി കണ്ണിനമൃതായി വെളിച്ചമായി എന്നെ തിരിച്ചറിയും ഓമന എന്നു മാത്രം അമ്മയ്ക്ക് നിശ്ചയം. എനിക്കത് പോരുണ്ണി. ആ അമ്മയ്ക്കുള്ള ഏക സന്തോഷം എന്താണ്? തൻ്റെ കണ്ണിനമൃതമായിട്ട് ഏതൊരു ആൾക്കൂട്ടത്തിനിടയിലും അവൾ തന്നെ തിരിച്ചറിയും, ഇതെൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയും എന്നുള്ളത് മാത്രമാണ് ആ അമ്മയ്ക്കുള്ള ഏക ആശ്വാസം. എനിക്കത് മാത്രം മതി എന്ന അമ്മ അവിടെ സംതൃപ്തയാവുകയാണ്. പൊട്ടിട്ടു ചന്ദന വരക്കുറി ചാർത്തി മഞ്ഞ പട്ടാട ചാർത്തി ഇവളെ ചമയിച്ചിടുമ്പോൾ പൊട്ടിക്കരഞ്ഞറികയാം പഴയൊരു ജന്മം ഒട്ടാകെ ഞാൻ കഠിന പാപശതങ്ങൾ ചെയ്തോൾ. എന്താ പറയുന്നത്? ആ കുഞ്ഞിനെ പൊട്ടിട്ട് ചന്ദന വരക്കുറി ചാർത്തി മഞ്ഞപ്പട്ടാട പല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ചമയിച്ചിടുമ്പോൾ ആ അമ്മയുടെ മനസ്സ് പൊട്ടിക്കരയാണ്. എന്താണ് പറയുന്നത് ആ മനസ്സിൽ?
ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ മഹാപാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അമ്മ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി പിറക്കുന്നത് എന്നുള്ളൊരു ചൊല്ല് ഉണ്ട്. അപ്പം അതുപോലെ ആ അമ്മ സ്വയം ഇവിടെ സമാശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. താൻ ചെയ്ത കഠിന പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ മകള് തനിക്ക് പിറന്നത് എന്ന് സ്വയം അവിടെ ഒരാശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പേടിപ്പു ഞാൻ ചിറകിനുള്ളിൽ ഒളിച്ചു കാക്കും ആടൽ കുരുന്നിതൊരു മാത്ര തനിച്ചു നിൽക്കിൽ ചൂടുള്ള ഘോര നഗരങ്ങൾ കുതിച്ചു റാഞ്ചും ഓടാനുമില്ല തടയാനും ഇവൾക്ക് ശേഷി. എന്താ പറയുന്നത്? എനിക്ക് പേടിയുണ്ട്. എന്താണ് പേടിയുള്ളത്? അമ്മയുടെ പേടി എന്താണ്? ചിറകിനുള്ളിൽ ഒളിച്ച് കാക്കുന്ന ഒരു തള്ളക്കിളിയെ പോലെ തൻ്റെ ചിറകുകൾക്കുള്ളിൽ തള്ളക്കോഴി എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ കാക്കുന്നത് എന്നതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഇവളെ എങ്ങനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, താനില്ലാത്തൊരവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവളെ റാഞ്ചിക്കൊണ്ടുപോവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മളൊക്കെ, അല്ലേ? അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ ആ അമ്മയ്ക്ക് പേടിയാവുന്നുണ്ട്. മാത്രമല്ല, ഒന്ന് ഓടിപ്പോവാനോ തടയാനോ ഉള്ള ശേഷി തൻ്റെ കുഞ്ഞിനില്ല. വയ്യോർക്കുവാൻ വഴിയിലൊക്കെ അലഞ്ഞുഴന്നു കൈനീട്ടി എൻ്റെ ഉയിർ തേടി നടക്കുമെന്നെ. അയ്യോ, മരിച്ചവൾ ഒരമ്മ അദൃശ്യയൊപ്പം പോയി അല്ല കേണു ഗതിയേറ്റു നടക്കിലെന്താ. താൻ മരിച്ചു പോയാൽ തൻ്റെ മകളുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ അമ്മയെ കണ്ടു എന്നും പറഞ്ഞ് കൈനീട്ടി നടക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ, സംസാരിക്കാൻ അറിയില്ലെങ്കിലും തന്നെ തിരഞ്ഞു നടക്കുന്നൊരു മകളുടെ അവസ്ഥ അമ്മയുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. മരിച്ചു പോയാലും തനിക്ക് ഗതി കിട്ടില്ല എന്ന് പറയാണ്. ചത്തോർക്കു വയ്യ തുണ നൽകുവതിന് വിട്ടു നിൽക്കാനുമായിടുകയില്ല. പിന്നിൽ പെട്ടുള്ള പാഴ്നിഴല് പോലെ നടക്കുമെന്നോ, കഷ്ടം മരിക്കലും എനിക്കൊഴിവില്ല എന്നോ. അതാണ് അമ്മയുടെ അവസ്ഥ. മരിച്ചു പോകാൻ പോലും സമാധാനമില്ല, മരിക്കുന്നിടത്ത് പോലും സമാധാനമില്ലാത്തൊരമ്മ. മുക്കൂട്ടുപാതയിൽ അലഞ്ഞു നടന്നിടുമ്പോൾ പിച്ചക്കിരപ്പവൾ കിറുക്കി ഒരുത്തി കണ്ടേൻ. ഇപ്പോൾ നിറഞ്ഞ വയറോടെ ഇരിപ്പു കണ്ടേൻ, ചിത്തം ഭയാകുലമുറക്കെ വിളിച്ചുപോയി. എന്താണ്? മുക്കൂട്ടുപാതയിൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നത് കുറേ മുന്നേ കണ്ടിരുന്നു. ഇപ്പോൾ അവളുടെ അവസ്ഥയുണ്ട്, അവൾ നിറവയറുമായിട്ടാണ് ഇരിക്കുന്നത്. അതും ഒരു കവി നമുക്ക് മുന്നിൽ ഈ കവിത വെറുതെ വായിക്കാനോ അർത്ഥം പറയാനോ വേണ്ടിയിട്ടല്ല തരുന്നത്. ഇന്നത്തെ നമ്മുടെ എല്ലാം കൊണ്ടും അഭിമാനിക്കാവുന്ന സാംസ്കാരിക കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് കൂടിയാണ് കവി ഇവിടെ വിരൽ. ഇങ്ങനെയൊക്കെയുള്ള സാംസ്കാരിക പെരുമ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ചില ചിത്രങ്ങൾ ഈ കവിതയിലൂടെ നമുക്ക് മുന്നിലിവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഞാനിപ്പോൾ ഇന്ന് എടുത്ത് നിർത്തുകയാണ്. ഇത്രയും വലിയൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ശരി.